ഹലോ ഗായ്സ്. തേങ്ങാപ്പാൽ വെജിറ്റബിൾ കറി. നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ എടുക്കാം. ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, പടവലങ്ങ, മുരിങ്ങക്ക, തക്കാളിപ്പഴം, സവാള, വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് ചെറുള്ളിയാണ്. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. പിന്നെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക് ഇടുക. 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ആ ചെറുള്ളി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് തേങ്ങ അരിഞ്ഞ് വെച്ചിട്ട് ആ തേങ്ങാക്കൊത്തം ഇട്ട് കൊടുത്ത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. അതൊന്ന് കളർ മാറുമ്പോൾ ഒരു തക്കാളിപ്പഴം അരിഞ്ഞിട്ട് കൊടുക്കുക. അത് നല്ല വേവാറാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. അതിനുശേഷം നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അത് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇനി വെജിറ്റബിൾ അരിഞ്ഞിട്ട് ഒരു കൂട്ടം ചേർക്കാനുണ്ട്, മുരിങ്ങക്ക. അത് ഈ 2-ാം പാലിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അത് നല്ല വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. ഈ മുരിങ്ങക്കായിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ല തിളച്ച് കുറുകി വരുമ്പോൾ താളിച്ചിറക്കി വെക്കണം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ വെജിറ്റബിൾ കറി റെഡിയായി. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.